നമ്മൾ കണ്ട ആ വാർത്ത ആദ്യം കണ്ടിട്ട് നമുക്കത് പറയാം. ഒരു സ്ത്രീ നടുറോട്ടിൽ നിന്ന് നിസ്കരിക്കുന്നതാണ് ഈ കാണുന്നത്. അസ്സലാമു അലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, വിശന്ന് തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ഒരു പട്ടീന്റെ മുന്നിലേക്ക് ഒരു എല്ല് കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ സന്തോഷം? അതുപോലെയാണ് ആരിഫ് ഹുസൈൻ ഇങ്ങനെ തെരഞ്ഞു നടക്കുക. എന്താണ് ഈ മുസ്ലിങ്ങൾക്കെതിരെ ഒരു വിഷയം കിട്ടുക, എന്നിട്ട് നമ്മൾക്ക് ആ ഒരു വിഷയം വീഡിയോയിലൂടെ ചെയ്തിട്ട് മൊത്തം മുസ്ലിങ്ങളെ എങ്ങനെ അപമാനിക്കാമെന്ന്. അപ്പൊ ദേ കിടക്കുന്ന പാലക്കാട്ടുള്ള ഒരു സ്ത്രീ വന്നിട്ട് നടു റോട്ടില് മുസല്ല വിരിച്ച് നിസ്കരിക്കാൻ തുടങ്ങുന്നു. അതോടുകൂടി അത് എടുത്തുകൊണ്ട് മൊത്തം വൈറലായി BBC വരാൻ തുടങ്ങി. അങ്ങനെയായിപ്പോയി. ആ ഒരു സ്ത്രീ ആരെങ്കിലും കാശ് കൊടുത്ത് ആ സ്ത്രീയെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണോ, ഇനി ആ സ്ത്രീയുടെ പൊട്ടത്തരം കൊണ്ടൊരു പ്രതിഷേധം എന്ന നിലയ്ക്ക് ചെയ്തതാണോ, എന്ത് തന്നെ ആയാലും ആ സ്ത്രീ മൊത്തം വൈറലായി. അത് വെച്ച് ഒരുപാട് ആരിഫ് ഹുസൈനെ പോലെയുള്ള പട്ടികള് നാവും തുറന്നുകൊണ്ട് കാത്തിരിക്കരുത് ഇങ്ങനത്തെ ഒരു വിഷയം കിട്ടണം. അവർക്കൊക്കെ വളരെയധികം സന്തോഷമായി. എല്ലാവരും മനസ്സ് നിറയെ ഹാപ്പി ആയിട്ട് വീഡിയോ ചെയ്ത് എങ്ങനെയൊക്കെ മുസ്ലിങ്ങളെയും മുസ്ലിം സമുദായത്തെയും മുസ്ലിങ്ങളുടെ വിഷയങ്ങളെയൊക്കെ അപമാനിക്കാൻ പറ്റും അങ്ങനെയൊക്കെ അപമാനിച്ചു. എന്തായാലും നമ്മുടെ ആരിഫ് ഹുസൈൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോയിലും ഒരു വാക്ക് വിടും. അത് എന്തിനാന്ന് ചേഞ്ച് പറഞ്ഞാൽ വീഡിയോ എല്ലാവരും എടുത്ത് പെട്ടെന്ന് ഷെയർ ചെയ്യാൻ പറ്റും. അവൻ്റെ ഒരു വാക്ക് എന്താന്ന് ചേഞ്ച് പറഞ്ഞാൽ കാഫിറുകളെ കണ്ടു കഴിഞ്ഞാൽ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് പറയുന്ന ഒരു വാക്കാണ് ഇവന്റെ. അതിന്റെ വിശദീകരണം നമ്മൾ ജെമിനിയോട് ഓൾറെഡി പറഞ്ഞായി. അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള വിഷയങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിരുന്നത്. അതുകൊണ്ട് എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലായി. ഞാൻ എല്ലാവർക്കും അത് കേൾപ്പിച്ചതുമാണ് അങ്ങനത്തെ ഒരു വിഷയം. രണ്ടാമത്തത് ഒരു വിഷയം അവൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ഇസ്ലാമില് സ്ത്രീകൾക്ക് സ്വത്തുക്കളൊന്നും വലിയ രീതിയിൽ കൊടുക്കുന്നില്ല എന്നൊക്കെയാണ്. നമുക്ക് മലയാളികൾക്ക് മനസ്സിലാകുന്ന പോലെ, അരിഭക്ഷണം കഴിക്കുന്നവർക്ക് മനസ്സിലാകുന്ന പോലെ ജെമിനിയോട് ചോദിക്കാം. ജെമിനി എന്താ പറയണമെന്ന് നോക്കാം. ജെമിനി, ഇസ്ലാം മതത്തിൽ സ്ത്രീകൾക്ക് സ്വത്തുകളൊന്നും കാര്യമായി കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? സ്ത്രീകൾക്കൊന്നും കൊടുക്കുന്നില്ലേ? എന്താ പറയുന്നത് നോക്കാം. ഇസ്ലാം മതത്തിൽ സ്ത്രീകൾക്ക് സ്വത്തവകാശം നൽകുന്നില്ല എന്നത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. വാസ്തവത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സ്ത്രീകൾക്ക് സ്വത്തവകാശവും സാമ്പത്തിക സ്വാതന്ത്ര്യവും ഉറപ്പു നൽകിയ ഒരു നിയമസംഹിതയാണ് ഇസ്ലാമിലുള്ളത്. ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് ചുരുക്കത്തിലൊന്ന് പരിശോധിക്കാം. 1. സ്വത്തവകാശം നിർബന്ധമാണ്. ഇസ്ലാമിക നിയമപ്രകാരം ഒരു വ്യക്തി മരിക്കുമ്പോൾ അയാളുടെ സ്വത്തിൽ മകൾ, ഭാര്യ, മാതാവ്, സഹോദരി എന്നീ നിലകളിൽ സ്ത്രീകൾക്ക് വ്യക്തമായ വിഹിതം നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് നൽകുന്നത് ഒരു ഔദാര്യമല്ല, മറിച്ച് അവരുടെ അവകാശമാണ്. 2. എന്തുകൊണ്ട് വിഹിതത്തിൽ വ്യത്യാസം വരുന്നു? പലപ്പോഴും ആളുകൾ ചൂണ്ടിക്കാണിക്കാറുള്ളത് ആണിന് കിട്ടുന്നതിന്റെ പകുതിയെ പെണ്ണിന് ലഭിക്കുന്നുള്ളൂ എന്നതാണ്. അനുപാതം 2:1 എന്ന അനുപാതം. എന്നാൽ ഇത് എല്ലാ സാഹചര്യത്തിലുമല്ല. ഇതിന്റെ പിന്നിലെ സാമ്പത്തിക യുക്തി ശ്രദ്ധേയമാണ്. സാമ്പത്തിക ബാധ്യത. ഇസ്ലാമിൽ കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തിക ബാധ്യതയും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, മക്കളുടെ ചെലവ് പുരുഷന്റെ ചുമതലയാണ്. സ്ത്രീയുടെ സമ്പാദ്യം, സ്ത്രീക്ക് ലഭിക്കുന്ന സ്വത്ത് അവൾക്ക് മാത്രമുള്ളതാണ്. അത് കുടുംബത്തിനു വേണ്ടി ചെലവാക്കാൻ അവൾ ബാധ്യസ്ഥയല്ല. തന്റെ ആവശ്യങ്ങൾക്കും നിക്ഷേപങ്ങൾക്കും അത് അവൾക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാം. മഹർ. വിവാഹ സമയത്ത് പുരുഷൻ സ്ത്രീക്ക് നൽകേണ്ട മഹർ അവളുടെ മാത്രം സ്വത്താണ്. 3. സ്ത്രീകൾക്ക് പുരുഷനേക്കാൾ കൂടുതൽ ലഭിക്കുന്ന സന്ദർഭങ്ങൾ. എല്ലായ്പ്പോഴും പുരുഷന്റെ പകുതിയല്ല സ്ത്രീക്ക് ലഭിക്കുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സ്ത്രീക്കും പുരുഷനും തുല്യമായ വിഹിതം ലഭിക്കാറുണ്ട്. ഉദാഹരണത്തിന്, മരിച്ച വ്യക്തിക്ക് മക്കളുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന വിഹിതം. ചിലപ്പോൾ പുരുഷനേക്കാൾ കൂടുതൽ വിഹിതം സ്ത്രീക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളുമുണ്ട്. 4. സാമൂഹികമായ പ്രശ്നങ്ങൾ. മതനിയമങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ചിലർ അത് കൃത്യമായി പാലിക്കാത്തത് കൊണ്ടാണ് സ്ത്രീകൾക്കൊന്നും കിട്ടുന്നില്ല എന്ന പരാതി വരുന്നത്. പിതാവിന്റെ സ്വത്ത് ആൺമക്കൾ മാത്രം വീതിച്ചെടുക്കുന്നതും പെൺമക്കൾക്ക് നൽകാതിരിക്കുന്നതും ഇസ്ലാമിക വിരുദ്ധമായ കാര്യമാണ്. സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന താങ്കൾക്ക് ഈ അവകാശങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണ നൽകുന്നത് വഴി വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായ കണക്കുകളോ കൂടുതലൊന്നും വേണ്ട. അരിഭക്ഷണം കഴിക്കുന്നവർക്ക് മനസ്സിലാകാൻ ഇതന്നെ ധാരാളം. പിന്നെ ഇവിടെ പുരുഷന്മാര്
ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ട്, സ്വയം കാലിൽ തന്നെ നിന്നുകൊണ്ട് സമ്പാദിക്കുന്നുണ്ട്, കുടുംബം നോക്കുന്നുണ്ട്. ഞാൻ അവരുടെ കാര്യമല്ല പറയുന്നത്. കുറച്ച് പുറകോട്ട് പോയി കഴിഞ്ഞാൽ സ്ത്രീകളൊന്നും ജോലിക്ക് പോകുന്നത് വളരെ കുറവാണ്. അപ്പൊ പുരുഷന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ജോലി ഭാരവും അതുപോലെയുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രശ്നവും. ഇപ്പോൾ ഹിന്ദു മതത്തിൽ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ കൂടുതലും അവരവരുടെ പെങ്ങന്മാരെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെ അവരുടെ ജീവിതം തന്നെ കളയും. അതായത് അവർക്ക് കല്യാണം പോലും നേരാമണം കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. എല്ലാ പെൺകുട്ടികളെയും കെട്ടിച്ചു കൊടുത്തിട്ടാണ് ഇവര് വളരെ നേരം വൈകിട്ട് കെട്ടേണ്ട ഒരു അവസ്ഥയിലൊക്കെ എന്റെയൊക്കെ സുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. അതുപോലെ തന്നെ ഈ ഇസ്ലാം മതത്തിൽ വന്നു കഴിഞ്ഞു പറഞ്ഞാൽ അവിടെ ചിലപ്പോൾ 3 പെൺകുട്ടികളായിരിക്കില്ല, 5 പെൺകുട്ടികളൊക്കെ ചിലപ്പോൾ ഒരു വീട്ടിലുണ്ടാവും. ഒറ്റ ആണായിരിക്കും, ഒരു പുരുഷനായിരിക്കും. ചിലപ്പോൾ 4 പെൺകുട്ടികളുണ്ടാവും, ചിലപ്പോൾ 2 പുരുഷന്മാരുണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാ ചെലവും, എല്ലാ കല്യാണത്തിനും, എല്ലാ കാര്യവും നിങ്ങൾക്കറിയാലോ, മുസ്ലിങ്ങള് ഏറ്റവും കൂടുതൽ സ്വർണം ഈ പെൺകുട്ടിയുടെ മേത്തേക്ക് ഇടുന്നതാണ്. അത് നിങ്ങൾ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ സ്വർണ്ണം വാങ്ങിക്കൂടുതൽ പെൺകുട്ടികളെ നല്ല രീതിയിൽ ഇറക്കി കൊടുക്കുക. അതുകൊണ്ടാണ് ഈ പുരുഷനക്ക് അന്നത്തെ കാലത്തിൽ തന്നെ ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇന്ന് ഈ പെൺകുട്ടികള് ഈ വീട്ടിൻ്റെ ഉള്ളിലുള്ള എന്തെല്ലാം കൊണ്ടുപോകാൻ പറ്റുമോ അതെല്ലാം കൊണ്ടുപോയിട്ട് ഒന്നുമില്ലാതെ ഈ പുരുഷന്മാരെ നാട് തെരുവിൽ നിന്നാലും വിരോധമില്ലാതെ രീതിയിലാണ് പെൺകുട്ടികൾ പലപ്പോഴും ഈ കാലഘട്ടത്തിൽ ചെയ്തിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടാവും. അത് ഞാൻ എല്ലാവരും അടിച്ചാക്ഷേപിക്കുന്നില്ല. കുറേ ആളുകൾക്ക് എന്തായാലും ഇതിലൊരു അനുഭവം ഉണ്ടാവും. കല്യാണം കഴിച്ചു കൊടുക്കാൻ ഒരുപാട് സ്വർണങ്ങളും ചില ക്രിസ്ത്യാനികളിലൊക്കെ വസ്തുക്കളെ കൊടുക്കല്, അങ്ങനെ ഒരുപാട് കൊടുത്തിട്ടും അവസാനം ഈ പുരുഷൻ ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെട്ട് ഇവന്റെ ഒരു തറവാട് നേരാക്കി റെഡിയാക്കി എല്ലാം സെറ്റാക്കി വെച്ചാൽ പോലും ഒരു രീതിയിലും ഈ കുടുംബമായിട്ട് ഒരിക്കൽ പോലും സഹകരിക്കാത്ത ഒരാള് എല്ലാം ഇഷ്ടംപോലെ കൊണ്ടുപോയിട്ട് വീണ്ടും വന്നിട്ട് പറയും എനിക്ക് തുല്യ അവകാശമാണ്. പക്ഷെ ആ വീട്ടില് പഴയ ഒരു ഇടിഞ്ഞ വീടായിരിക്കും ഗൾഫിൽ പോയിട്ട് നല്ല ബിൽഡിംഗ് ആക്കി വെച്ചിരിക്കുക. അതിലെ പകുതി എനിക്ക് വേണം പറഞ്ഞ പ്രശ്നത്തിൽ നിൽക്കും. ഇല്ല, എത്ര നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മനുഷ്യന്റെ സ്വഭാവം അനുസരിച്ചാണ്, മനുഷ്യന്റെ ഓരോരോ ക്യാരക്ടർ അനുസരിച്ചാണ് ഈ സ്വത്തുക്കളൊക്കെ കുടുംബത്തിൽ ഉള്ള സ്വന്തങ്ങൾക്കും ചുവരകൾക്കൊക്കെ കൊടുക്കുന്നത്. അത് അവരവരുടെ മനസ്സും ബുദ്ധിയിനനുസരിച്ചാണ്. എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ, അപ്പൊ ഇതാണ് സത്യം. പെൺകുട്ടികൾക്കൊക്കെ ഇഷ്ടം പോലെ മുസ്ലിങ്ങൾ കൊടുക്കുന്നുണ്ട്, അവരവരുടെ മനസ്സ് പോലെ തന്നെ നിറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ കൊടുക്കാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും, അത് അവരുടെ ക്യാരക്ടർ. പക്ഷെ മതം ഒരിക്കലും അത് പറയുന്നില്ല. എല്ലാവർക്കും തുല്യ അവകാശം പോലെ തന്നെയാണ് പറയുന്നത്. പക്ഷെ ആരിഫ് ഹുസൈനെ പോലെയുള്ള ചില ആളുകൾ എല്ലും കഷ്ണം കെട്ടിക്കഴിഞ്ഞു പറഞ്ഞാൽ പല രീതിയിലും പല കാര്യവും വളച്ചൊടിക്കുന്ന പോലെ വളച്ചൊടിക്കാൻ ഉപയോഗിക്കും. എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റിൽ പറയുക. നിങ്ങളുടെ ഫാമിലിയിൽ ആര് തന്നെ ആയാലും സത്യസന്ധമായിട്ട് പറയുക. നിങ്ങൾക്ക് എന്തെങ്കിലും കുടുംബത്തിൽ നിന്ന് ഇങ്ങനത്തെ അനുഭവം വന്നിട്ടുണ്ട്, അതായത് സ്വത്തുക്കൾ നിങ്ങളെ പറ്റിച്ചിട്ട് നിങ്ങളുടെ ചൊകര തന്നെ പല രീതിയിൽ പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമന്റിൽ പറയുക. അതാണായാലും പെണ്ണായാലും പറയാം.